ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുന്നോടിയായി എറണാകുളം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക ജില്ലാതല യോഗം ചേർന്നു. ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ അടച്ചുപൂട്ടാനും ചെല്ലാനത്ത് മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി ബങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിന് നിയമാനുസൃത കണ്ണിവലിപ്പമുള്ള വലകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അന്യസംസ്ഥാന ബോട്ടുകൾ ഇതിനു മുൻപ് തീരം വിട്ടുപോകണം. നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ജില്ലാ സപ്ലൈ ഓഫീസർ മുഖാന്തരം സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ഈ കാലയളവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് ഹാർബറുകളിലും മാർക്കറ്റുകളിലും കർശന പരിശോധന നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഇൻബോർഡ് വള്ളങ്ങളിൽ മതിയായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അനുമതിയില്ലാത്ത വലകൾ ഉപയോഗിച്ച് അടിത്തട്ട് മത്സ്യബന്ധനം നടത്തി കിളിമീൻ, അരണമീൻ തുടങ്ങിയ ചെറുകിട മത്സ്യങ്ങളെയും മത്സ്യക്കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലും വൈപ്പിനിലും മത്സ്യത്തൊഴിലാളികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തി. മുനമ്പം കേന്ദ്രീകരിച്ച് 108 ആംബുലൻസുകൾ അനുവദിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി ചെല്ലാനത്ത് കോസ്റ്റൽ പോലീസിന്റെ ബോട്ടും മറൈൻ ആംബുലൻസും പ്രവർത്തന സജ്ജമാക്കുമെന്നും വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിലും മുനമ്പം കൺട്രോൾ റൂമിലും 10 പോലീസ് ഉദ്യോഗസ്ഥരെ വീതം നിയോഗിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ വി ചെൽസാസിനി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി മാജ ജോസ്, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളി ബോട്ടുടമ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.